പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ. അതുകൊണ്ട് പറയുക, നീ അത് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ, എളുപ്പമുണ്ടല്ലോ. എന്തിനു പോയി കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ. മുസ്ലിങ്ങളോട് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലോട്ട് പോകാൻ പറയാൻ PC ജോർജ് ആരാ? തനിക്ക് ശ്രീധരൻ കിട്ടിയാണ് ഇന്ത്യ മഹാരാജൻ? സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. മുസ്ലിങ്ങൾക്കെതിരെ പരാമർശം നടത്തിയ PC ജോർജിനെ ജയിലിലടയ്ക്കാൻ ചങ്കുറപ്പില്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരം വിട്ട് പുറത്തു പോകണം. ദ്വയാർത്ഥ പ്രയോഗത്തിന് വ്യവസായിയെ ജയിലിലടയ്ക്കാൻ സർക്കാരിന് വകുപ്പുണ്ടായെന്നും നാസർ ഫൈസി കൂടത്തായി കുറ്റപ്പെടുത്തി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അണിറോസ് പരാതി കൊടുത്തപ്പോൾ അതിനെതിരെ പിണറായി വിജയൻ കേസെടുത്ത്. ഈ വർഗീയത പറയുന്ന PC ജോർജിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഈ ബോച്ചയെ പോലത്തെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനായിട്ടും ഇതിനും വലിയ തെറ്റുകൾ ചെയ്ത് നടക്കുന്ന നമ്മുടെ കേരളത്തിൽ എത്ര ക്രിമിനലുകളുണ്ട്. അവരൊന്നും അറസ്റ്റ് ചെയ്യാൻ പിണറായി സർക്കാരിന്റെ പോലീസിനില്ല. ഒരു സിനിമാ നടിയോട് എന്തെങ്കിലും പറഞ്ഞു എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് വകുപ്പുണ്ടെങ്കിൽ രാജ്യത്തെ മുഴുവൻ മുസ്ലിമിന്റെയും മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് വിളിച്ച PC ജോർജിനെ ജയിലിലടക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പില്ലെങ്കിൽ അധികാരം വിട്ടുകൊണ്ട് പുറത്തു പോകണമെന്ന് കൂടി ഞങ്ങൾ പിണറായിന്റെ ഗവൺമെന്റിനോട് പറയുകയാണ്. ഈ പറയുന്ന കാര്യം 100% ശരിയല്ലേ? ഒരു സമുദായത്തെ അധിക്ഷേപിക്കാനല്ലേ PC ജോർജ് ചെയ്തത്? എന്തുകൊണ്ട് പിണറായി വിജയൻ PC ജോർജിനെതിരെ കേസെടുക്കുന്നില്ല? നിങ്ങൾ രാഷ്ട്രീയ നേതാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് എന്തും പറയാമെന്നാണോ നിങ്ങളുടെ വിചാരം? നിയമം എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ? വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ഷംസീർ, പോലീസിനെതിരെയും സർക്കാരിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ PC ജോർജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടും അറസ്റ്റിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഒന്നും പോയിട്ടുമില്ല. ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായിയുടെ കുറ്റപ്പെടുത്തലുകൾ എന്തൊക്കെയാണ്? ചെമ്മാട് ദാറുൽ ഹുദ റൂബി സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് നാസർ ഫൈസി കൂടത്തായി സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. PC ജോർജ് രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന പരാമർശം നടത്തിയിട്ടും അതിൽ കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല എന്നതിലാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്. ഈ PC ജോർജ് പറഞ്ഞ കാര്യം സാധാരണക്കാരൻ ഒരു പൗരൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ട് ഇവിടെ രണ്ട് നയം കളിക്കുന്നത് നിങ്ങൾ? നേരത്തെ PC ജോർജിനെതിരെ കേസെടുത്തിരുന്നുവെങ്കിലും കലാപാഹാരം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നുവെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെയാണ് നാസർ ഫൈസി കൂടത്തായി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. PC ജോർജിനെ ജയിലിലടയ്ക്കാൻ ചങ്കുറപ്പില്ലെങ്കിൽ പിണറായി സർക്കാർ അധികാരം വിട്ട് പുറത്തു പോകണമെന്ന് കടത്തി പറയുകയാണ് നാസർ ഫൈസി കൂടത്തായി. നേരത്തെയും CPM-നെയും സർക്കാരിനെയും ഒക്കെ വിമർശിക്കുന്ന ആളാണ് നാസർ ഫൈസി കൂടത്തായി എങ്കിൽ കൂടി ഈ വിഷയത്തിന്റെ ഗൗരവം കൂടി ഉൾക്കൊണ്ടുകൊണ്ടുകൂടിയാണ് ഈ തരത്തിലുള്ള ഗൗരവതരത്തിലുള്ള വിമർശനം സർക്കാരിനെതിരെ നാസർ ഫൈസി കൂടത്തായി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിന് വ്യവസായിയെ ജയിലിലടയ്ക്കാൻ സർക്കാരിന് വകുപ്പുണ്ടായെന്ന് നാസർ ഫൈസി കൂടത്തായി പറയുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് നീതിയാണ് ഇവിടെ നടക്കുന്നത് എന്ന തരത്തിൽ കൂടിയാണ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റും ശേഷമുണ്ടായ ജയിലിലേക്ക് പോകുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഈ സംസ്ഥാനത്ത് തന്നെയാണ് നടന്നത്. അതേസമയം തന്നെ ഒരു മതസമൂഹത്തെ ആകെ വിമർശിക്കുന്ന തരത്തിൽ അവരെല്ലാവരും തീവ്രവാദിയാണെന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ട് അതിൽ ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കാത്തതിലാണ് ഈ തരത്തിലുള്ള രൂക്ഷമായ വിമർശനം നാസർ ഫൈസി കൂടത്തായി ഉന്നയിക്കുന്നത്. SYSന്റെ സംസ്ഥാന ഈ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരാണ് മണ്ടന്മാർ. ഇവന്മാർക്ക് എന്തും പറഞ്ഞുണ്ടാക്കാം. ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് എന്തും പറയാം, അവർക്ക് എന്തും ചെയ്യാം. സാധാരണക്കാർ കമന്റ് ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് പറഞ്ഞാൽ അവർക്കത് വലിയ തെറ്റാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? എന്തുകൊണ്ട് പിണറായി വിജയൻ അണിറോസ് വിളിച്ചു പറയുമ്പോൾ കേസെടുത്തത്? ഇതൊരു സാധാരണക്കാരൻ്റെ അവസ്ഥയിലാണ് ഈ പിണറായി വിജയൻ ഇതുപോലെ കേസെടുക്കുമോ? അപ്പോൾ നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് തരം നീതിയാണ്. പിണറായി സർക്കാരിന് ആവിലിനെ രാജിവെച്ച് പോകണം. അതുപോലെ തന്നെ ഈ ബോച്ചയുടെ ഷോപ്പ് പോയിട്ട് ഉദ്ഘാടനം ചെയ്ത അണിറോസ് ഇത്രയും മാസങ്ങൾ എവിടെയായിരുന്നു? അവിടെ കളിച്ച് ചേർച്ച് നിന്നിട്ട് അവരുടെ ഷോപ്പിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇത്ര മാസം കഴിഞ്ഞിട്ടാണ് അവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്.